ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് മുതൽ നമുക്ക് ക്ലാസ്സുകൾ ആരംഭിക്കാം. അപ്പോൾ ആദ്യം 8ാം സ്റ്റാൻഡേർഡിലെ പോർഷൻസ് നമുക്ക് പഠിച്ചു പോവാം. അതിനുശേഷം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്തു പോവാം. അതിൻ്റെ ലൈവ് ക്ലാസ്സുകൾ വെക്കാം. അന്നന്ന് പഠിപ്പിക്കുന്ന ഭാഗത്തിൻ്റെ നോട്ട്സ് ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്തേക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ ചാപ്റ്ററിൻ്റെ പകുതി നോട്ട് ടെലഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ബാക്കി ടൈപ്പ് ചെയ്യുന്നതനുസരിച്ച് ഇട്ടേക്കാം. പിന്നീട് കുറച്ച് ബോക്സുകൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ പഠിച്ചു വയ്ക്കുക. അതിൻ്റെ PDF 1-2 എണ്ണത്തിൻ്റെ PDF ടെലഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. ബാക്കിയും കൂടെ ഉടനെ ഇടാം. അപ്പോൾ അതും കൂടെ പഠിച്ചു വെക്കുക. എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം യൂണിറ്റ് ഫസ്റ്റ് അധിനിവേശവും ചെറുത്തുനിൽപ്പും. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അതിൻ്റെ ആദ്യത്തെ കപ്പൽ വ്യൂഹം ഈസ്റ്റ് ഇൻഡീസിലേക്ക് അയക്കുന്നത് 1601 ഏപ്രിലായിരുന്നു. 18 മാസങ്ങൾക്ക് ശേഷം അസൻഷൻ, ഡ്രാഗൺ, ഹെക്ടർ, സൂസൻ എന്നീ 4 കപ്പലുകൾ സുമാത്രയിൽ നിന്നും ജാവയിൽ നിന്നും കുരുമുളകും മറ്റുൽപ്പന്നങ്ങളുമായി മടങ്ങിയെത്തി. ഈ വിജയത്തെ തുടർന്ന് ഇതേ കപ്പലിൽ ലണ്ടനിൽ നിന്നും 1604 മാർച്ചിൽ 2ാം ദൗത്യം ആരംഭിച്ചു. മടക്കയാത്രയിൽ ഹെക്ടറും സൂസനും ആദ്യം പുറപ്പെട്ടു. പക്ഷേ സൂസൻ കടലിൽ വെച്ച് തകർന്നു. പിന്നാലെ വന്ന അസൻഷനും ഡ്രാഗണും ഹെക്ടറിനെ രക്ഷിക്കുമ്പോഴേക്കും കടലിൽ ഉഴറി നടക്കുകയായിരുന്ന ആ കപ്പലിലെ മിക്ക നാവികരും മരണപ്പെട്ടിരുന്നു. 1606 മെയ് മാസത്തിൽ കുരുമുളകും ഗ്രാമ്പുവും ജാതിക്കയും നിറച്ച കപ്പലുകൾ ഇംഗ്ലണ്ടിലെത്തി. കമ്പനിയുടെ ലാഭം മുടക്കുമുതലിൻ്റെ 95% ഇന്ത്യ ഉൾപ്പെടെയുള്ള കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് വ്യാപാര ബന്ധത്തിനായി ഇംഗ്ലണ്ടിൽ സ്ഥാപിച്ച് പിൽക്കാലത്ത് ഇന്ത്യ അടക്കി ഭരിച്ച ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ വ്യാപാര പരിശ്രമത്തിൻ്റെ വിവരണമാണ് നമ്മൾ ആദ്യം കണ്ടത്. ഇത്രയും ബുദ്ധിമുട്ടേറിയ വ്യാപാരത്തിന് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പ്രേരിപ്പിച്ചത് എന്താണ്? പ്രാചീനകാലം മുതൽ യൂറോപ്യർക്ക് ലോകത്തിൻ്റെ ഇതര ഭാഗങ്ങളുമായി വ്യാപാര ബന്ധമുണ്ടായിരുന്നു. ഇതിൽ ഏഷ്യയും ഉൾപ്പെട്ടിരുന്നു. ഈ ബന്ധങ്ങൾ 15ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ യൂറോപ്പിൽ നിന്നും കിഴക്ക് ദിശയിലേക്കുള്ള ഒരു സമുദ്രപാത കണ്ടെത്തുന്നതിലേക്ക് നയിച്ചു. ഇതിന് കാരണമായ പ്രധാന ഘടകങ്ങൾ താഴെ പറയുന്നവയാണ്. ഏതൊക്കെയാണ്? യൂറോപ്യർ കപ്പൽ നിർമ്മാണത്തിലും കപ്പൽ യാത്രയിലും കൈവരിച്ച സാങ്കേതിക പുരോഗതി, ഭൂമിശാസ്ത്ര പരിജ്ഞാനത്തിലുണ്ടായ വളർച്ച, ദിശ കണ്ടെത്താൻ സഹായിക്കുന്ന കോമ്പസ്, ഭൂപട നിർമ്മാണം എന്നിവയിലുണ്ടായ പുരോഗതി, പുതിയ പ്രദേശങ്ങളെയും അവിടുത്തെ സമ്പത്തിനെയും കുറിച്ച് സഞ്ചാരികളുടെ യാത്രാവിവരണങ്ങൾ പകർന്ന അറിവ്, യൂറോപ്പിൽ കുരുമുളകടക്കമുള്ള ഏഷ്യൻ ഉൽപ്പന്നങ്ങൾക്കുണ്ടായിരുന്ന കച്ചവട സാധ്യത, തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയത്. കോൺസ്റ്റാന്റിനോപ്പിൾ യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിലുള്ള ഒരു പ്രധാന കേന്ദ്രമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. ഇതുവഴിയാണ് യൂറോപ്പും ഏഷ്യയും തമ്മിൽ കരമാർഗം വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നത്. 1453 തുർക്കികൾ ഇവിടം പിടിച്ചടക്കുകയും ഇതുവഴിയുള്ള യൂറോപ്യരുടെ വ്യാപാരം തടയുകയും ചെയ്തു. തുടർന്ന് പുതിയ പാത കണ്ടെത്തുന്നതിന് യൂറോപ്യർ നിർബന്ധിതരായി. അപ്പം എന്തുകൊണ്ടാണ് യൂറോപ്യർ പുതിയ പാത കണ്ടെത്തിയത്? 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തു. അതുകൊണ്ട് അതുവഴിയുള്ള യൂറോപ്യരുടെ വ്യാപാരം നടക്കുന്നില്ല. അതുകൊണ്ടാണ് ഇവർ എന്ത് ചെയ്തത്? പുതിയ പാത കണ്ടുപിടിക്കാനായിട്ട് നിർബന്ധിതരായത്. പോർച്ചുഗീസുകാരായിരുന്നു കടൽ മാർഗം ഇന്ത്യയിൽ എത്തിച്ചേർന്ന ആദ്യ യൂറോപ്യർ. വാസ്കോഡ ഗാമയാണ് കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ പോർച്ചുഗീസുകാരൻ. ആരായിരുന്നു കടൽ മാർഗം ഇന്ത്യയിൽ എത്തിച്ചേർന്ന ആദ്യ യൂറോപ്യർ? പോർച്ചുഗീസുകാരാണ്. വാസ്കോഡ ഗാമയാണ് ഇന്ത്യയിലെത്തിയ ആദ്യ പോർച്ചുഗീസുകാരൻ. ഗാമയുടെ കപ്പലുകൾ സാവോ ഗബ്രിയേൽ, സാവോ റാഫേൽ, ബെറിയോ എന്നീ 3 കപ്പലുകളിലാണ് ഗാമയും സംഘവും ഇന്ത്യയിൽ എത്തിച്ചേർന്നത്. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലേക്കുള്ള യാത്ര 1498 കോഴിക്കോടിന് സമീപമുള്ള കാപ്പാട് എന്ന സ്ഥലത്താണ് വാസ്കോഡ ഗാമ എത്തിച്ചേർന്നത്. വാസ്കോഡ ഗാമ ആദ്യമായി കപ്പലിറങ്ങിയ സ്ഥലമാണ് കാപ്പാട്, കോഴിക്കോടിന് സമീപമുള്ള കാപ്പാട് 1498.
അദ്ദേഹത്തിൻ്റെ വരവ് ഇന്ത്യയിലെ യൂറോപ്യൻ ആധിപത്യത്തിന് വഴി തുടർന്നു. അക്കാലത്ത് കോഴിക്കോട് ഭരിച്ചിരുന്നത് സാമൂതിരി രാജവംശമായിരുന്നു. അറബികളായിരുന്നു കോഴിക്കോടുമായുള്ള വിദേശ വ്യാപാരം നിയന്ത്രിച്ചിരുന്നത്. അവരെ പുറത്താക്കി പോർച്ചുഗീസുകാർക്ക് വ്യാപാരാനുമതി നൽകണമെന്നുള്ള ഗാമയുടെ ആവശ്യം സാമൂതിരി അംഗീകരിച്ചില്ല. ഇതേ തുടർന്ന് ഗാമ കണ്ണൂരിലെ കോലത്തിരി രാജാവിൽ നിന്നും വ്യാപാരാനുമതി നേടിയെടുത്തു. കുരുമുളക് ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് അദ്ദേഹം പോർച്ചുഗലിലേക്ക് മടങ്ങി. തൻ്റെ യാത്രയ്ക്ക് ചെലവായ തുകയുടെ 60 ഇരട്ടിയിലധികം മൂല്യമുള്ള ചരക്കുകളുമായാണ് ഗാമ ഇന്ത്യയിൽ നിന്നും മടങ്ങിയത്. ഗാമയുടെ യാത്രയിലൂടെ ഉണ്ടായ ലാഭം ഇന്ത്യയിലേക്ക് വീണ്ടും കച്ചവട യാത്രകൾ നടത്താൻ പോർച്ചുഗീസുകാരെ പ്രേരിപ്പിച്ചു. സാമൂതിരി പോർച്ചുഗീസുകാർക്ക് വ്യാപാര കുത്തക നൽകിയില്ല. തന്മൂലം സാമൂതിരിക്കും പോർച്ചുഗീസുകാർക്കുമിടയിൽ സംഘർഷങ്ങൾ ഉടലെടുത്തു. പോർച്ചുഗീസുകാർക്ക് ശക്തമായ എതിർപ്പ് നേരിടേണ്ടി വന്നത് സാമൂതിരിയുടെ നാവിക തലവനായിരുന്ന കുഞ്ഞാലി മരക്കാരന്മാരിൽ നിന്നായിരുന്നു. കുഞ്ഞാലി മരക്കാർമാരുടെ കാലശേഷം പോർച്ചുഗീസുകാർക്ക് ഇന്ത്യയിൽ നിന്നും കാര്യമായ ഭീഷണി ഉണ്ടായില്ല. കുഞ്ഞാലി മരക്കാർ പോർച്ചുഗീസുകാരുടെ ആക്രമണങ്ങളെ ചെറുത്ത് സാമൂതിരിയെയും പശ്ചിമ തീരപ്രദേശങ്ങളെയും സംരക്ഷിച്ചിരുന്നത് കുഞ്ഞാലി മരക്കാർമാരാണ്. കുഞ്ഞാലി മരക്കാർ എന്നത് ഒരു സ്ഥാനപ്പേരായിരുന്നു. 4 പേരാണ് വ്യത്യസ്ത കാലങ്ങളിൽ ഈ സ്ഥാനം അലങ്കരിച്ചിരുന്നത്. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ചാലിയം കോട്ട പിടിച്ചെടുത്തത് കുഞ്ഞാലി മൂന്നാമനായിരുന്നു. അപ്പം ചാലിയം കോട്ട പിടിച്ചെടുത്തത്, പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ചാലിയം കോട്ട പിടിച്ചെടുത്തത് ആരായിരുന്നു? കുഞ്ഞാലി മൂന്നാമനായിരുന്നു. കുഞ്ഞാലി നാലാമനെ പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് വധിച്ചു. കുഞ്ഞാലിമാരുടെ പതനത്തോടെ സാമൂതിരിയുടെ അധപതനവും ആരംഭിച്ചു. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇന്ത്യയും പോർച്ചുഗീസുകാരുമായുള്ള ബന്ധത്തിൻ്റെ സ്വാധീന ഫലമായി പോർച്ചുഗീസ് ഭാഷയിൽ നിന്നാണ് ഈ പദങ്ങൾ മലയാള ഭാഷയ്ക്ക് ലഭിച്ചത്. ഏതൊക്കെയാ? കശുമാവ് അല്ലെങ്കിൽ പറങ്കിമാവ്, പപ്പായ, പേരയ്ക്ക, പൈനാപ്പിൾ തുടങ്ങിയവ. അപ്പം ഈ കശുമാവ് ഇതൊക്കെ കൊണ്ടുവന്നത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാരുടെ വരവോടുകൂടി ഇന്ത്യയിൽ ഉണ്ടായ ചില സൃഷ്ടിച്ച ഫലങ്ങളാണ് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട അഥവാ മാനുവൽ കോട്ട കൊച്ചിയിൽ സ്ഥാപിച്ചു. അപ്പം മാനുവൽ കോട്ട പണിതത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട അഥവാ മാനുവൽ കോട്ട കൊച്ചിയിൽ സ്ഥാപിച്ചു. കൊച്ചി, ഗോവ, ദാമൻ ദിയു എന്നീ പ്രദേശങ്ങൾ പോർച്ചുഗീസ് ആധിപത്യത്തിന് കീഴിലായി. അച്ചടി വിദ്യ പ്രചരിപ്പിച്ചു. ചവിട്ട് നാടകം, മാർഗം കളി തുടങ്ങിയ കലാരൂപങ്ങൾ പ്രചരിപ്പിച്ചു. യൂറോപ്യൻ ശൈലിയിലുള്ള കെട്ടിട നിർമ്മാണം ആരംഭിച്ചു. യൂറോപ്യൻ പടക്കോപ്പുകളും യുദ്ധമുറകളും അഭ്യസിപ്പിച്ചു. ക്രൈസ്തവ മതപഠന കേന്ദ്രങ്ങൾ ആരംഭിച്ചു. ഇതെല്ലാം പോർച്ചുഗീസുകാരുടെ സ്വാധീനമാണ്. ഇനി അടുത്തത് ഡച്ചുകാർ. അപ്പോൾ പോർച്ചുഗീസുകാരാണ് ആദ്യം വന്നത്. അതിനുശേഷം വന്നത് ആരാണ്? ഡച്ചുകാരാണ്. പോർച്ചുഗീസുകാരെ തുടർന്ന് ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്ന യൂറോപ്യർ ഹോളണ്ടിൽ അഥവാ നെതർലൻഡ്സിൽ നിന്നുള്ളവരായിരുന്നു. ഡച്ചുകാർ എന്നാണ് ഇവർ അറിയപ്പെട്ടിരുന്നത്. നാഗപട്ടണം, ബെറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര എന്നിവയായിരുന്നു ഡച്ചുകാരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ. കച്ചവട ആധിപത്യത്തിനായുള്ള മത്സരത്തിൽ ഡച്ചുകാർ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി. അപ്പോൾ ഇവിടെ ആദ്യം വന്ന പോർച്ചുഗീസുകാരെ ഡച്ചുകാർ പരാജയപ്പെടുത്തിയിട്ട് അവരാണ് പിന്നീട് ഇവിടെ ആധിപത്യം സ്ഥാപിച്ചത്. കുളച്ചൽ യുദ്ധം 1741 കന്യാകുമാരിക്കടുത്തുള്ള കുളച്ചലിൽ വെച്ച് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഏറ്റുമുട്ടി. ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ടതോടെ ഡച്ചുകാർക്ക് ഇന്ത്യയിലെ ആധിപത്യം നഷ്ടപ്പെട്ടു. ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയോട് പരാജയപ്പെട്ട ആദ്യത്തെ യുദ്ധമായിരുന്നു ഇത്. അപ്പം ഡച്ചുകാർക്ക് ഇന്ത്യയിലെ ആധിപത്യം നഷ്ടപ്പെടാൻ കാരണമായ യുദ്ധം ഏതാണ്? കുളച്ചൽ യുദ്ധമാണ്. നടന്നത് 1741. ഹോർത്തൂസ് മലബാറിക്കൂസ്. ഡച്ചുകാരുമായുള്ള ബന്ധത്തിന്റെ ഏറ്റവും വലിയ സംഭാവന ഹോർത്തൂസ് മലബാറിക്കൂസ് എന്ന കൃതിയാണ്. ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഹോർത്തൂസ് മലബാറിക്കൂസ്. കേരളത്തിലെ 742 ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്.
ഡച്ച് ഗവർണറായിരുന്ന ഹെൻറിക് വാൻ റീഡ് ആണ് ഈ കൃതിയുടെ രചനയ്ക്ക് നേതൃത്വം നൽകിയത്. അപ്പോൾ ഹോർത്തൂസ് മലബാറിക്കൂസിന് നേതൃത്വം നൽകിയത് ആരാണ്? ഹെൻറിക് വാൻ റീഡ്. ഈ രചനയ്ക്ക് അദ്ദേഹത്തെ സഹായിച്ചത് ഇട്ടി അച്യുതൻ എന്ന മലയാളി വൈദ്യനായിരുന്നു. അപ്പു ഭട്ട്, രംഗഭട്ട്, വിനായക ഭട്ട് എന്നിവരും രചനയിൽ പങ്കാളികളായി. മലയാള അക്ഷരങ്ങൾ അച്ചടിയിൽ പതിഞ്ഞ ആദ്യത്തെ പുസ്തകം ഹോർത്തൂസ് മലബാറിക്കൂസ് ആണ്. അപ്പം മലയാള അക്ഷരങ്ങൾ അച്ചടിയിൽ പതിഞ്ഞ ആദ്യത്തെ പുസ്തകം ഏത് എന്ന് ചോദിച്ചാൽ എന്താണ് ആൻസർ? ഹോർത്തൂസ് മലബാറിക്കൂസ്. മലയാളം, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലേക്ക് ഈ കൃതി വിവർത്തനം ചെയ്തത് ഡോക്ടർ KS മണിലാൽ ആണ്. അപ്പോൾ ഹോർത്തൂസ് മലബാറിക്കൂസ് മലയാളം, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തത് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? ഡോക്ടർ KS മണിലാൽ. ഇട്ടി അച്യുതൻ ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ കടക്കരപ്പള്ളി ഗ്രാമത്തിൽ ഒരു പാരമ്പര്യ വൈദ്യ കുടുംബത്തിൽ ജനിച്ച പ്രഗത്ഭനായ നാട്ടുവൈദ്യനായിരുന്നു ഇട്ടി അച്യുതൻ. അപ്പം ഇട്ടി അച്യുതനാണ് ഹോർത്തൂസ് മലബാറിക്കൂസിൻ്റെ രചനയ്ക്ക് വേണ്ടി ഹെൻറിക് വാൻ റീഡിനെ സഹായിച്ചത്. ഫ്രഞ്ചുകാർ. ഡച്ചുകാർക്ക് ശേഷം ബ്രിട്ടീഷുകാരും പിന്നീട് ഫ്രഞ്ചുകാരും കച്ചവടത്തിനായി ഇന്ത്യയിൽ എത്തിച്ചേർന്നു. ദക്ഷിണേന്ത്യയിൽ ആധിപത്യത്തിനായി ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളായിരുന്നു കർണാട്ടിക് യുദ്ധങ്ങൾ. ഈ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർക്കായിരുന്നു അന്തിമ ജയം. തൽഫലമായി ഫ്രഞ്ചുകാരുടെ ആധിപത്യം പോണ്ടിച്ചേരി അഥവാ പുതുച്ചേരി, യാനം, കാരയ്ക്കൽ, മാഹി എന്നീ പ്രദേശങ്ങളിൽ മാത്രമായി ചുരുങ്ങി. അപ്പം ഡച്ചുകാർക്ക് ശേഷം പിന്നീട് ആരൊക്കെയാണ് വന്നത്? ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും. അപ്പോൾ അവർ തമ്മിൽ അങ്ങ് അടിയായി. ഇവിടുത്തെ വ്യാപാരത്തിന് വേണ്ടി ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ അടിയായിട്ട് യുദ്ധത്തിൻ്റെ പേരാണ് കർണാട്ടിക് യുദ്ധങ്ങൾ. അതിൽ ബ്രിട്ടീഷുകാർ വിജയിക്കുകയും ഇവിടെ അവർ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്തു. കർണാട്ടിക് യുദ്ധങ്ങൾ. ഇന്ത്യയിൽ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിലുണ്ടായ യുദ്ധങ്ങൾ കർണാട്ടിക് യുദ്ധങ്ങൾ എന്നറിയപ്പെടുന്നു. ഇന്നത്തെ തമിഴ്നാടിൻ്റെ ഭൂരിപക്ഷ പ്രദേശങ്ങളും ആന്ധ്രാപ്രദേശിൻ്റെ തെക്കൻ തീരപ്രദേശങ്ങളും ഉൾപ്പെടുന്ന മേഖലയാണ് കർണാട്ടിക്. അപ്പോൾ കർണാട്ടിക് എന്ന് പറയുന്നത് എവിടെയാണ്? ഇന്നത്തെ തമിഴ്നാടിൻ്റെ ഭൂരിപക്ഷ പ്രദേശങ്ങളും ആന്ധ്രാപ്രദേശിൻ്റെ തെക്കൻ തീരപ്രദേശങ്ങളും. 3 കർണാട്ടിക് യുദ്ധങ്ങളാണ് നടന്നത്. അപ്പോൾ എത്ര കർണാട്ടിക് യുദ്ധങ്ങളാണ് നടന്നത്? 3 കർണാട്ടിക് യുദ്ധങ്ങളാണ് ഇവിടെ നടന്നത്. കച്ചവടത്തിൽ നിന്നും അധികാരത്തിലേക്ക്. ഏഷ്യയുമായുള്ള വ്യാപാര ബന്ധത്തിന് ബ്രിട്ടീഷുകാർ 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത്. അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ എന്താണ്? 1600. കമ്പനിയുടെ പ്രതിനിധി ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ് അന്നത്തെ മുഗൾ ചക്രവർത്തി ജഹാംഗീറിൽ നിന്നും അനുമതി നേടി. ഗുജറാത്തിലെ സൂററ്റിൽ ഒരു കച്ചവട താവളം അഥവാ ഫാക്ടറി സ്ഥാപിച്ചു. അപ്പോൾ എവിടെയാണ്? ഗുജറാത്തിലെ സൂററ്റിലാണ് ആദ്യമായിട്ട് ഫാക്ടറി സ്ഥാപിച്ചത്. തുടർന്ന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കമ്പനി ഫാക്ടറികൾ ആരംഭിച്ചു. അതിനെ തുടർന്ന് മദ്രാസ് അഥവാ ചെന്നൈ, ബോംബെ അഥവാ മുംബൈ, കൽക്കട്ട അഥവാ കൊൽക്കത്ത എന്നീ പ്രദേശങ്ങളിൽ ആധിപത്യം നേടിക്കൊണ്ട് കമ്പനി അവിടങ്ങളിലെ ഭരണത്തിൽ ഇടപെടാൻ തുടങ്ങി. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിക്കുന്നത് 1757 പ്ലാസി യുദ്ധത്തെ തുടർന്നാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിക്കാൻ കാരണമായ യുദ്ധം ഏതാണ്? 1757 പ്ലാസി യുദ്ധം. ബംഗാളിലെ നവാബായിരുന്ന സിറാജ് ഉദ് ദൗളയെ റോബർട്ട് ക്ലൈവിന്റെ നേതൃത്വത്തിലുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യം പരാജയപ്പെടുത്തി. ബംഗാളിന്റെ ഭരണം പിടിച്ചെടുത്തത് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലെ മറ്റ് പ്രദേശങ്ങൾ തങ്ങളുടെ അധീനതയിൽ കൊണ്ടുവരാൻ സഹായകമായി. കാർഷിക സമ്പന്നമായ ബംഗാളിലെ ഭൂനികുതി കൊണ്ട് ബ്രിട്ടീഷുകാർ സൈനിക ശക്തി മെച്ചപ്പെടുത്തുകയും രാജ്യത്തിന്റെ ബാക്കി ഭാഗങ്ങൾ കീഴടക്കാനുള്ള പണം സ്വരൂപിക്കുകയും ചെയ്തു. 1764 ബക്സാർ എന്ന സ്ഥലത്ത് വെച്ചുണ്ടായ യുദ്ധത്തോടെ ബീഹാർ, ബംഗാൾ, ഒറീസ എന്നീ പ്രവിശ്യകളിലെ നികുതി പിരിക്കാനുള്ള അവകാശം കമ്പനി സ്വന്തമാക്കി. അപ്പോൾ ബക്സാർ യുദ്ധം നടന്നത് എന്നാണ്? 1764. അതോടെ ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണ സാന്നിധ്യം ശക്തമായി. മുഗൾ ഭരണാധികാരിയായിരുന്ന ഷാ ആലം രണ്ടാമൻ, അവധിലെ നവാബായിരുന്ന
ഷൂജ ഉദ്ദൗള, ബംഗാളിലെ നവാബായിരുന്ന മിർ കാസിം എന്നിവരുടെ സംയുക്ത സൈന്യത്തെയാണ് ബ്രിട്ടീഷുകാർ ഈ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയത്. 1639 മദ്രാസ് തുറമുഖത്തിന്റെ ചുങ്ക വരുമാനത്തിന്റെ പകുതി നൽകണമെന്ന ഉപാധിയോടെ പ്രാദേശിക രാജാവായ ദമർല വെങ്കടാദ്രി നായക ദീർഘകാലത്തേക്ക് മദ്രാസ് തുറമുഖം ബ്രിട്ടീഷുകാർക്ക് നൽകി. 1662 പോർച്ചുഗീസ് രാജകുമാരിയായ കാദറിനെ വിവാഹം ചെയ്തപ്പോൾ ബ്രിട്ടീഷ് രാജാവ് ചാൾസ് രണ്ടാമന് ഉപഹാരമായി ലഭിച്ച പ്രദേശമാണ് ബോംബെ. ഇത് പഴയ ഒരു ക്വസ്റ്റ്യനിലൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. പിന്നീട് ഈ പ്രദേശം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൈമാറി. 1698 സുതനദി, കാലിക്കട്ട, ഗോവിന്ദപൂർ എന്നീ 3 ഗ്രാമങ്ങൾക്ക് ചുറ്റും ബ്രിട്ടീഷുകാർ പണിത കോട്ടയാണ് വില്യം കോട്ട. ക്രമേണ ഈ പ്രദേശം പട്ടണമായി മാറി കൽക്കട്ട എന്ന പേരിൽ അറിയപ്പെട്ടു. അപ്പോൾ വില്യം കോട്ടയാണ് പിന്നീട് കൽക്കട്ട എന്ന പേരിൽ അറിയപ്പെട്ടത്. എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഇന്ത്യയെ പിടിച്ചെടുക്കാം. ഇത് പറഞ്ഞതാരാണ്? റോബർട്ട് ക്ലൈവ് ആണ്. നാട്ടുരാജ്യങ്ങളും കമ്പനിയും. ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ യുദ്ധങ്ങളിലൂടെയും നയതന്ത്രത്തിലൂടെയുമാണ് ബ്രിട്ടീഷുകാർ കീഴ്പ്പെടുത്തിയത്. ദക്ഷിണേന്ത്യയിലെ നാട്ടുരാജ്യമായിരുന്ന മൈസൂരും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ. അപ്പം ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ ആരൊക്കെ തമ്മിലാണ് നടന്നത്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ദക്ഷിണേന്ത്യയിലെ നാട്ടുരാജ്യമായിരുന്ന മൈസൂരും തമ്മിൽ നടന്നതാണ്. മൈസൂർ ഭരണാധികാരിയായിരുന്ന ഹൈദരാലിയും മകൻ ടിപ്പു സുൽത്താനുമാണ് മൈസൂർ സേനയെ നയിച്ചത്. 4 തവണ കമ്പനി സൈന്യവും മൈസൂർ സുൽത്താൻമാരും തമ്മിൽ ഏറ്റുമുട്ടി. 1782 ഹൈദരാലിയുടെ മരണാനന്തരം ടിപ്പു സുൽത്താൻ മൈസൂർ സേനയെ നയിച്ചു. 1799 4ാം മൈസൂർ യുദ്ധത്തിൽ കമ്പനി സൈന്യം ടിപ്പു സുൽത്താനെ വധിച്ചതോടെ മൈസൂർ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായി. അപ്പം 4ാം മൈസൂർ യുദ്ധത്തോടെയാണ് മൈസൂർ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായത്. എന്നാണ് നടന്നത്? 1799 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും മറാത്ത രാജ്യവും തമ്മിൽ നടന്നതാണ് ആംഗ്ലോ മറാത്ത യുദ്ധങ്ങൾ. 3ാം ആംഗ്ലോ മറാത്ത യുദ്ധത്തോടെ മറാത്ത ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ബ്രിട്ടീഷ് നിയന്ത്രണത്തിലായി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും സിഖുകാരും തമ്മിൽ നടന്ന ആംഗ്ലോ സിഖ് യുദ്ധങ്ങളിലെ സിഖുകാരുടെ പരാജയത്തോടെ പഞ്ചാബ് ബ്രിട്ടീഷ് അധീനതയിലായി. കീഴടക്കിയ പ്രദേശങ്ങളിൽ നിന്നും പരമാവധി സമ്പത്ത് കൈക്കലാക്കുകയായിരുന്നു ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം. അതിനായി അവർ സ്വീകരിച്ച മാർഗങ്ങളാണ് കച്ചവടം, നികുതി പിരിവ്, യുദ്ധങ്ങൾ തുടങ്ങിയവ. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി നയങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ 1793 ആരംഭിച്ചത്. പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് നടപ്പിലാക്കിയ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ബംഗാൾ, ബീഹാർ, ഒറീസ. നടപ്പിലാക്കിയ വ്യക്തിയാണ് കോൺവാലീസ് പ്രഭു. അപ്പോൾ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയതാരാണ്? കോൺവാലീസ് പ്രഭുവാണ്. അതിൻ്റെ സവിശേഷതകളെന്ന് പറയുന്നത് ഭൂ ഉടമകളായിരുന്ന സെമീന്ദാർമാർ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഉയർന്ന നിരക്കിൽ നികുതി പിരിച്ചു. വിളവിലുള്ള ഏറ്റക്കുറച്ചിലുകൾ പരിഗണിക്കാതെ നിശ്ചിത തുക കർഷകർ നിർബന്ധമായും നികുതിയായി നൽകണമായിരുന്നു. ഇനി അടുത്തൊരു നികുതിയാണ് റേട്ടുവാരി സമ്പ്രദായം. 1820 ആരംഭിച്ചത്. അപ്പോൾ ഏത് പ്രദേശങ്ങളിലാണ് ഇത് തുടങ്ങിയത്? ദക്ഷിണേന്ത്യ, ഡെക്കാൻ. അത് കൊണ്ടുവന്നത് തോമസ് മൺട്രോ, അലക്സാണ്ടർ റീഡ്. അപ്പോൾ ഈ നികുതിയുടെ സവിശേഷതകൾ എന്താണ്? കർഷകരെ ഭൂ ഉടമകളായി പരിഗണിച്ചു. ബ്രിട്ടീഷുകാർ കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിച്ചു. നികുതി നൽകുന്നതിൽ വീഴ്ച വരുത്തിയ കർഷകരുടെ ഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. ഇനി അടുത്ത ഒരു നികുതിയാണ് മഹൽവാരി സമ്പ്രദായം. 1822 മഹൽവാരി സമ്പ്രദായം ആരംഭിച്ചത്. അത് ഏതൊക്കെ പ്രദേശങ്ങളിലാണ് നടത്തിയത്? ഉത്തരേന്ത്യ, മധ്യേന്ത്യ, പഞ്ചാബ്. കൊണ്ടുവന്നത് ഹോൾട്ട് മക്കൻസി എന്ന ബ്രിട്ടീഷുകാരനാണ് കൊണ്ടുവന്നത്. അപ്പം അതിൻ്റെ സവിശേഷതകൾ എന്താണ്? ഗ്രാമത്തെ ഒരു യൂണിറ്റായി കണക്കാക്കി നികുതി പിരിച്ചു. നികുതിയിൽ വീഴ്ച വരുത്തുന്ന ഗ്രാമത്തെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു. അപ്പം ഈ നികുതിയൊക്കെ കൊണ്ടുവന്നത് കൊണ്ട് എന്ത് ഫലമാണ് ഇവിടെ ഉണ്ടായത്? ബ്രിട്ടീഷുകാരുടെ നികുതി സമ്പ്രദായത്തിൻ്റെ ഫലമായിട്ട് കൃഷിഭൂമി നഷ്ടപ്പെടാതിരിക്കുന്നതിനു വേണ്ടി പണമിടപാടുകാരിൽ നിന്നും പണം കടം വാങ്ങാൻ കർഷകർ നിർബന്ധിതരായി. തന്മൂലം കർഷകർ കടക്കെണിയിലായി. ഇവരുടെ ഭൂമി പിടിച്ചെടുക്കാനുള്ള അധികാരം പണമിടപാടുകാർക്ക് ഉണ്ടായിരുന്നു.
ബ്രിട്ടീഷുകാരുടെ പുതിയ നിയമവ്യവസ്ഥയും ഭൂനികുതി സമ്പ്രദായങ്ങളും പണമിടപാടുകാരെ പ്രോത്സാഹിപ്പിക്കുന്നതായിരുന്നു. ഭക്ഷ്യവിളകൾക്ക് പകരം ബ്രിട്ടീഷുകാർക്ക് ആവശ്യമായ നീലം, പരുത്തി തുടങ്ങിയ നാണ്യവിളകൾ കൃഷി ചെയ്യാൻ ബ്രിട്ടീഷുകാർ കർഷകരെ നിർബന്ധിച്ചു. നാണ്യവിളകളുടെ വ്യാപനം ഭക്ഷ്യവിളകൾ കുറയുന്നതിനും ഭക്ഷ്യക്ഷാമത്തിന് കാരണമാവുകയും ചെയ്തു. കാർഷിക മേഖലയിൽ വർദ്ധിച്ചു വന്ന ഈ വാണിജ്യവൽക്കരണം കർഷകരെ ചൂഷണം ചെയ്യാൻ പണമിടപാടുകാരെ സഹായിച്ചു. വിളവെടുത്തു കഴിഞ്ഞാൽ കർഷകർ കിട്ടുന്ന വിലയ്ക്ക് കാർഷികോൽപ്പന്നങ്ങൾ വിൽക്കേണ്ടതായി വന്നു. അപ്പം ബ്രിട്ടീഷുകാരുടെ ഈ നികുതി നയങ്ങൾ കർഷകരെ എങ്ങനെയൊക്കെയാണ് ബാധിച്ചത്? ഉയർന്ന നിരക്കിലുള്ള നികുതി അടയ്ക്കാൻ കർഷകർ ബുദ്ധിമുട്ടി. വെള്ളപ്പൊക്കമോ വരൾച്ചയോ മൂലം കൃഷിനാശം സംഭവിച്ചാലും നികുതി ഇളവ് ലഭിച്ചില്ല. കർഷകർക്ക് കൃഷിഭൂമി നഷ്ടപ്പെടാതിരിക്കാൻ പണമിടപാടുകാരെ ആശ്രയിക്കേണ്ടി വന്നു. കടക്കെണിയിൽപ്പെട്ട കർഷകർക്ക് ഭൂമി നഷ്ടപ്പെട്ടു. കർഷകരെ പോലെ കൈത്തൊഴിലുകാരെയും ബ്രിട്ടീഷ് നയങ്ങൾ ദുരിതത്തിലാക്കി. ബ്രിട്ടനിൽ നിന്നുള്ള യന്ത്രനിർമ്മിത ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യപ്പെട്ടു. അവയുമായുള്ള മത്സരം മൂലം കൈത്തൊഴിലുകാരുടെ ഉൽപ്പന്നങ്ങളായ പരുത്തി, പട്ട്, കമ്പിളി, വസ്ത്രങ്ങൾ, മൺപാത്രം, തുകൽ, ഭക്ഷ്യ എണ്ണ തുടങ്ങിയവയുടെ വിപണി നഷ്ടപ്പെട്ടു. ഇത് കരകൗശല തൊഴിലിൽ ഏർപ്പെട്ടിരുന്നവരുടെ തൊഴിൽ നഷ്ടപ്പെടുന്നതിന് കാരണമായി. ചൂഷണത്തിനെതിരെയുള്ള പോരാട്ടങ്ങൾ. ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക നയങ്ങൾ ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളെ പ്രതികൂലമായി ബാധിച്ചു. ജനങ്ങൾ അവർക്കെതിരെ കലാപങ്ങൾ ആരംഭിച്ചു. അത്തരത്തിലുള്ള ചില കലാപങ്ങൾ നമുക്ക് നോക്കാം. ബംഗാളിലുണ്ടായ ക്ഷാമം പരിഹരിക്കുന്നതിന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി യാതൊരു ശ്രമവും നടത്തിയില്ല. അതിനാൽ ദരിദ്രരായ കർഷകരും തൊഴിലാളികളും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. കർഷക കലാപത്തിന് സന്യാസിമാരുടെ പിന്തുണയും ഉണ്ടായിരുന്നു. അതിനാൽ ഇവ സന്യാസി കലാപങ്ങൾ എന്നറിയപ്പെടുന്നു. സന്യാസി കലാപം അത് തുടങ്ങിയത് 1776 സന്യാസി കലാപം ആരംഭിച്ചത്. സന്യാസിമാരോടൊപ്പം ഫക്കീർമാരും ബ്രിട്ടീഷുകാർക്കെതിരെ കലാപത്തിൽ അണിചേർന്നു. അതുകൊണ്ട് ഈ കലാപത്തെ സന്യാസി ഫക്കീർ കലാപം എന്നും വിളിക്കുന്നു. സന്യാസി ഫക്കീർ കലാപം എന്നും ഇത് അറിയപ്പെടുന്നു. ഭവാനി പതക്, മജ്നു ഷാ എന്നിവരായിരുന്നു സന്യാസി ഫക്കീർ കലാപത്തിന് നേതൃത്വം നൽകിയത്. അപ്പം സന്യാസി ഫക്കീർ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ആരാണ്? ഭവാനി പതക്കും മജ്നു ഷായും. വന്ദേ മാതരം 1882 ബംഗാളി ഭാഷയിൽ ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം എടുത്തിട്ടുള്ളത്. ഭവാനന്ദൻ എന്ന കഥാപാത്രം ആലപിക്കുന്ന ഗാനമായാണ് വന്ദേ മാതരത്തെ നോവലിൽ പരാമർശിക്കുന്നത്. കൃഷിയിൽ നിന്നും കലാപത്തിലേക്ക്. ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിനെതിരെ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക കലാപമായിരുന്നു ബംഗാളിലെ നീലം കർഷക കലാപം. അപ്പം നീലം കർഷക കലാപം നടന്നത് 1859. അപ്പം ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഈ കലാപം ഉണ്ടാകാനുള്ള കാരണങ്ങൾ. ബ്രിട്ടീഷുകാരായ തോട്ടക്കാർ ഗ്രാമപ്രദേശങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഫാക്ടറികൾക്ക് ആവശ്യമായ അമരിച്ചെടി കൃഷി ചെയ്യാൻ കർഷകരെ നിർബന്ധിച്ചു. അമരിച്ചെടിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന നീലം ബ്രിട്ടീഷുകാർക്ക് മാത്രമേ വിൽക്കാൻ കഴിയുമായിരുന്നുള്ളൂ. നീലത്തിന് കമ്പോള വിലയേക്കാൾ താഴ്ന്ന വില മാത്രമാണ് കർഷകർക്ക് ബ്രിട്ടീഷുകാർ നൽകിയിരുന്നത്. കടുത്ത ഭക്ഷ്യക്ഷാമത്തിനും ചൂഷണത്തിനും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും ഇത് വഴിതെളിച്ചു. കൃത്രിമ ചായം കണ്ടെത്തിയതോടെ നീലത്തിന്റെ ആവശ്യകത കുറഞ്ഞത് ദാരിദ്ര്യം വർദ്ധിപ്പിച്ചു. മറ്റു വഴികളില്ലാതെ കർഷകർ ബ്രിട്ടീഷുകാർക്കെതിരെ പ്രക്ഷോഭത്തിന്റെ പാതയിലേക്ക് തിരിഞ്ഞു. ഇനി നീൽ ദർപ്പൺ, ഇത് നേരത്തെ ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ളതാണ്. എന്താണ് നീൽ ദർപ്പൺ? ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങളെ ആസ്പദമാക്കി 1860 ദീനബന്ധു മിത്ര രചിച്ച നാടകമാണ് നീൽ ദർപ്പൺ. ദിഗംബർ ബിശ്വാസിന്റെയും വിഷ്ണു ബിശ്വാസിന്റെയും നേതൃത്വത്തിലായിരുന്നു നീലം കലാപത്തിന് തുടക്കം കുറിച്ചത്. അപ്പം നീലം കലാപത്തിന് തുടക്കം കുറിച്ചത് ആരൊക്കെയാണ്? ദിഗംബർ ബിശ്വാസും വിഷ്ണു ബിശ്വാസും. ബംഗാളിലുടനീളം കലാപം പടർന്നു പിടിച്ചതോടെ കർഷകർ നീലം കൃഷി ഉപേക്ഷിച്ചു. തുടർന്ന് നീലം ഫാക്ടറികൾ ആക്രമിച്ചു. കൃഷിക്കാരുടെ പ്രതിരോധം ശക്തമായപ്പോൾ തോട്ടക്കാർ ഫാക്ടറികൾ അടച്ചുപൂട്ടുകയും ബംഗാളിൽ നീലം കൃഷി ഏതാണ്ട് ഇല്ലാതാവുകയും ചെയ്തു. ഇനി വരുന്നത് സാന്താൾ കലാപം. 18-ാം നൂറ്റാണ്ടിൽ ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നിലേക്ക് കുടിയേറി പാർത്ത ഗോത്ര ജനവിഭാഗമാണ് സാന്താൾ. ഭൂവുടമകൾ അന്യായമായി കരം പിരിക്കുകയും കൊള്ളപ്പലിശക്കാർ നിരന്തരമായി കടം നൽകുകയും പകരമായി അവരുടെ ധാന്യങ്ങളും വനവിഭവങ്ങളും തട്ടിയെടുക്കുകയും ചെയ്തിരുന്നു. ഇതെല്ലാം ബ്രിട്ടീഷുകാരുടെ പിൻബലത്തോടു കൂടിയായിരുന്നു.
ഭൂമിയുമായുള്ള ഗോത്ര ജനതയുടെ ബന്ധത്തെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലാതിരുന്ന ബ്രിട്ടീഷ് ഭരണകൂടത്തിന് ഇതെല്ലാം നികുതി വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ഉപാധികൾ മാത്രമായിരുന്നു. തങ്ങൾ നേരിട്ട അനീതികൾക്കെതിരെ ഗോത്ര ജനതയെ അണിനിരത്തി 1855 ബ്രിട്ടീഷുകാർക്കെതിരെ സാന്താളുകൾ പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിച്ചു. അപ്പോൾ സാന്താൾ കലാപം ആരംഭിച്ചത് 1855. ഈ കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയ സിധോവിനെയും കാൻഹുവിനെയും ബ്രിട്ടീഷുകാർ വധിച്ചു. അപ്പോൾ സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്? സിധോവും കാൻഹുവും. കലാപം ക്രൂരമായി അടിച്ചമർത്തപ്പെട്ടെങ്കിലും ഗോത്ര ജനതയുടെ പ്രതിരോധ ചരിത്രത്തിലെ ഒരു സുപ്രധാന അധ്യായമായി സാന്താൾ കലാപം മാറി. ഉൽഗുലാൻ. സാന്താൾ കലാപം പോലെ ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലും ഗോത്ര ജനതയുടെ കലാപങ്ങൾ ഉണ്ടായി. 19-ാം നൂറ്റാണ്ടിന്റെ അവസാന ദശകത്തിൽ നടന്ന ഗോത്രവർഗ കലാപമാണ് ഉൽഗുലാൻ. ഇത് മുണ്ട കലാപം എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. അപ്പോൾ ഉൽഗുലാൻ കലാപം പൊതുവെ അറിയപ്പെടുന്ന പേരാണ് മുണ്ട കലാപം. വലിയ കോലാഹലം അല്ലെങ്കിൽ വലിയ ഇളക്കം എന്നാണ് ഉൽഗുലാൻ എന്ന പദത്തിന്റെ അർത്ഥം. ഇന്നത്തെ ജാർഖണ്ഡിലെ മുണ്ട ഗോത്ര വിഭാഗങ്ങളുടെ ജനവാസ മേഖലകളിൽ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തെ തകർത്ത് മുണ്ട രാജ് സ്ഥാപിക്കാൻ ശ്രമിച്ച ബിർസ മുണ്ടയാണ് കലാപത്തിന് നേതൃത്വം നൽകിയത്. അപ്പോൾ മുണ്ട കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ബിർസ മുണ്ട. ഈ കലാപത്തിന്റെ കാരണങ്ങൾ, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇതുണ്ടായത്? ബ്രിട്ടീഷ് കൊളോണിയൽ ചൂഷണവും ഭൂമി പിടിച്ചെടുക്കലും പണമിടപാടുകാരുടെയും വ്യാപാരികളുടെയും സാമ്പത്തിക ചൂഷണങ്ങൾ. അപ്പോൾ ഇത് രണ്ടുമാണ് മുണ്ട കലാപത്തിന്റെ കാരണങ്ങൾ. ബിർസ മുണ്ടയുടെ ജന്മദിനമായ നവംബർ 15 ജൻജാതീയ ഗൗരവ് ദിവസ് അഥവാ ഗോത്രാഭിമാന ദിനം ആയി 2021 മുതൽ ഇന്ത്യയിൽ ആചരിക്കുന്നു. ജൻജാതീയ ഗൗരവ് ദിവസ് എന്നാണ് ആചരിക്കുന്നത്? നവംബർ 15 2021 മുതലാണ് ആചരിക്കാൻ തുടങ്ങിയത്. ഇന്ത്യൻ പാർലമെന്റിൽ ഛായാചിത്രം സ്ഥാപിച്ച് ആദരിക്കപ്പെട്ടിട്ടുള്ള ഏക ഗോത്ര ജനതയുടെ നേതാവാണ് ബിർസ മുണ്ട. ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി ഇക്ബാൽ ദുറാനി രചിച്ച കൃതിയാണ് ഗാന്ധി സെ പഹലെ ഗാന്ധി. ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി മഹാശ്വേതാദേവി രചിച്ച കൃതിയാണ് ആരണ്യർ അധികാർ. ഇതെല്ലാം ഓർത്തു വച്ചേക്കുക. ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി മഹാശ്വേതാദേവി രചിച്ച കൃതി ഏതാണ്? ആരണ്യർ അധികാർ. ബിർസ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി ഇക്ബാൽ ദുറാനി രചിച്ച കൃതി ഏതാണ്? ഗാന്ധി സെ പഹലെ ഗാന്ധി. 1899 മുണ്ട ഗോത്ര വിഭാഗം ബ്രിട്ടീഷുകാർക്കെതിരെ സായുധ കലാപം ആരംഭിച്ചു എന്നാണ് 1899. ബ്രിട്ടീഷ് പോലീസുമായി പല സ്ഥലത്തും ഏറ്റുമുട്ടലുകൾ ഉണ്ടായി. റാഞ്ചിയിൽ നടന്ന വെടിവയ്പിൽ ഒട്ടേറെ മുണ്ട ഗോത്ര വിഭാഗക്കാർ കൊല്ലപ്പെട്ടു. ബിർസ മുണ്ട തടവിലാകുകയും അവിടെ വെച്ച് മരണപ്പെടുകയും ചെയ്തു. മുണ്ട കലാപത്തെ ബ്രിട്ടീഷുകാർ ക്രൂരമായി അടിച്ചമർത്തി. കുറിച്യർ കലാപം, പഹാരിയ കലാപം, കോൾ പ്രക്ഷോഭം, ഭീൽ കലാപം, ഖാസി കലാപം തുടങ്ങിയവ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്ന ചില ഗോത്ര കലാപങ്ങളാണ്. കുറിച്യ കലാപം നടന്നത് എന്നാണ് 1812 വയനാട്ടിൽ. പോരാട്ടത്തിന്റെ ഗർജനം. ബ്രിട്ടീഷുകാരുടെ നയങ്ങൾ തമിഴ്നാട്ടിലെ സൈനിക തലവന്മാരായ പോളീഗർമാരെയും ബാധിച്ചു. തിരുനെൽവേലിയിലെ പാഞ്ചാലം കുറിച്ചിയിലെ പോളിഗറായിരുന്ന വീരപാണ്ഡ്യ കട്ടബൊമ്മനും ശിവഗംഗയിലെ പോളിഗർമാരായിരുന്ന മരുത് പാണ്ഡ്യ സഹോദരന്മാരും ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിൽ സുപ്രധാന പങ്ക് വഹിച്ചവരായിരുന്നു. അവരെക്കുറിച്ച് പറയുന്നതാണ്, ഒന്നും ആവശ്യമില്ല. അടുത്ത ആറ്റിങ്ങൽ കലാപം. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല സംഘടിത കലാപമായിരുന്നു 1721 ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം എന്താണ്? ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യകാല സംഘടിത കലാപം ഏതാണ്? ആറ്റിങ്ങൽ കലാപം 1721 നടന്നത്.
കുരുമുളക് വ്യാപാരവുമായി ബന്ധപ്പെട്ടും ആഭ്യന്തര ഭരണ വിഷയങ്ങളിൽ ഇടപെട്ടും ജനങ്ങൾക്കിടയിൽ വർഗീയ വംശീയ വിദ്വേഷം വളർത്താൻ ശ്രമിച്ചും ആറ്റിങ്ങൽ പ്രദേശത്ത് അരാജകത്വം സൃഷ്ടിക്കാൻ ബ്രിട്ടീഷുകാർ നിരന്തരം ശ്രമിച്ചിരുന്നു. ഭരണാധികാരിയായിരുന്ന ആറ്റിങ്ങൽ റാണിക്ക് ഓരോ പുതുവർഷത്തിലും പാരിതോഷികങ്ങൾ നൽകുന്ന പതിവ് 1721 ആവർത്തിക്കാനായി ബ്രിട്ടീഷുകാർ ശ്രമിച്ചു. എന്നാൽ ഇത് ഏതെങ്കിലും തരത്തിലുള്ള അപായത്തിന് കാരണമാകുമെന്ന് ഭയന്നതിനാൽ ചില നാട്ടുപ്രമാണിമാർ എതിർത്തു. നാട്ടുപ്രമാണിമാർ മുഖേന മാത്രം പാരിതോഷികങ്ങൾ നൽകിയാൽ മതിയെന്ന അവരുടെ അഭിപ്രായത്തെ വകവയ്ക്കാതെ ഗിഫോർഡിന്റെ നേതൃത്വത്തിലുള്ള 140ഓളം ബ്രിട്ടീഷുകാരടങ്ങുന്ന സംഘം ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനങ്ങൾ നൽകാനായി എത്തിയതാണ് സംഘർഷത്തിന് ഇടയാക്കിയത്. ഈ സംഘർഷത്തെ വർഗ വർണ്ണ ജാതി മത വ്യത്യാസമില്ലാതെ നാട്ടുകാർ ആക്രമിച്ച് വധിച്ചു. മാത്രമല്ല 5 തെങ്ങിലെ ബ്രിട്ടീഷ് കോട്ട വളഞ്ഞ് ഉപരോധം ഏർപ്പെടുത്തി. കേരളത്തിൽ ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ നടന്ന ആദ്യകാല സംഘടിത ജനകീയ പ്രക്ഷോഭം എന്ന നിലയിൽ ആറ്റിങ്ങൽ കലാപം പ്രാധാന്യമർഹിക്കുന്നു. വെല്ലൂർ കലാപം എന്താണ്? വെല്ലൂർ കലാപം ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സൈനിക കലാപമായിരുന്നു തമിഴ്നാട്ടിലെ വെല്ലൂർ കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സൈനിക കലാപം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? വെല്ലൂർ കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല സംഘടിത കലാപം ഏതായിരുന്നു? ആറ്റിങ്ങൽ കലാപം. 1721 ആറ്റിങ്ങൽ കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക കലാപം ഏതാണ്? തമിഴ്നാട്ടിലെ വെല്ലൂർ കലാപം. ബ്രിട്ടീഷ് സൈന്യത്തിലെ ഇന്ത്യക്കാരാണ് ഈ കലാപത്തിന് നേതൃത്വം നൽകിയത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യൻ സൈനികരുടെ വേഷവിധാനത്തിൽ വരുത്തിയ മാറ്റങ്ങളായിരുന്നു കലാപത്തിന്റെ പ്രധാന കാരണം. അപ്പോൾ ഈ കലാപത്തിന്റെ പ്രധാനപ്പെട്ട കാരണം എന്തായിരുന്നു? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യൻ സൈനികരുടെ വേഷവിധാനത്തിൽ വരുത്തിയ മാറ്റങ്ങൾ. 1806 നടന്ന കലാപത്തെ, അപ്പം എന്നാണ് നടന്നത്? 1806 വെല്ലൂർ കലാപം നടന്നത്. 1806 നടന്ന കലാപത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയെങ്കിലും തുടർന്നുണ്ടായ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് വെല്ലൂർ കലാപം പ്രചോദനമായി. സ്ത്രീ മുന്നേറ്റം. ബ്രിട്ടീഷുകാരുടെ നയങ്ങൾ ഇന്ത്യയിലെ ഭരണാധികാരികളെയും ബാധിച്ചു. ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്ത് പോരാടിയ ധീരവനിതയായിരുന്നു കിട്ടൂർ റാണി ചെന്നമ്മ. മറാത്ത ഭരണത്തിന്റെ മേൽക്കോയ്മ അംഗീകരിച്ച കർണാടകയിലെ നാട്ടുരാജ്യമായിരുന്നു കിട്ടൂർ. മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ വിജയിച്ചതോടെ കിട്ടൂർ പ്രദേശം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിലായി. ശിവലിംഗ രുദ്രദേശായി ആയിരുന്നു കിട്ടൂരിന്റെ ഭരണാധികാരി. അദ്ദേഹത്തിന്റെ മരണശേഷം വിധവയായ ചെന്നമ്മ ഒരു ആൺകുട്ടിയെ ദത്തെടുക്കാൻ തീരുമാനിച്ചു. ഇത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തടയുകയും കിട്ടൂരിനെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഇതിൽ പ്രകോപിതയായ കിട്ടൂർ റാണി ചെന്നമ്മ ബ്രിട്ടീഷുകാരുമായി യുദ്ധം പ്രഖ്യാപിച്ചു. 1829 ബ്രിട്ടീഷുകാരുടെ തടവിൽ കഴിയവേ റാണി ചെന്നമ്മ മരണപ്പെട്ടു. ഇനി പറയുന്നത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായി ഇന്ത്യയിൽ നടന്ന സംഘടിത കലാപമായിരുന്നു 1857 ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ചരിത്രകാരൻ ഈ കലാപത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായി വിശേഷിപ്പിക്കുന്നു. അപ്പോൾ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിക്കുന്നത് ഏതിനെയാണ്? 1857 കലാപത്തിനെയാണ്. സാധാരണക്കാർ, കർഷകർ, കൈത്തൊഴിലുകാർ, നാട്ടുരാജാക്കന്മാർ, സൈനികർ, ഭൂപ്രഭുക്കൾ തുടങ്ങി സമൂഹത്തിലെ വിവിധ ജനവിഭാഗങ്ങൾ പങ്കെടുത്ത ആദ്യത്തെ ബ്രിട്ടീഷ് വിരുദ്ധ സമരമായിരുന്നു ഇത്. അപ്പം എന്തായിരുന്നു ഈ സമരത്തിൽ പങ്കെടുക്കാൻ വിവിധ ജനവിഭാഗങ്ങളെ പ്രേരിപ്പിച്ചത്? ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭരണപരിഷ്കാരങ്ങൾ കലാപത്തിന് കാരണമായി. ഇത്തരത്തിലുള്ള 2 ബ്രിട്ടീഷ് നയങ്ങളായിരുന്നു സൈനിക സഹായ വ്യവസ്ഥയും ദത്തവകാശ നിരോധന നയവും. ഏതൊക്കെയാണ്? സൈനിക സഹായ വ്യവസ്ഥയും ദത്തവകാശ നിരോധന നിയമം. അപ്പോൾ ഈ 2 കാരണങ്ങൾ കൊണ്ടാണ്, ഇത് രണ്ടും ഏർപ്പെടുത്തിയത് കൊണ്ടാണ് ബ്രിട്ടീഷുകാരുടെ ഈ 2 നയങ്ങൾക്കെതിരെയാണ് ഈ സമരം ഉണ്ടായത്. ഒന്നാം സ്വാതന്ത്ര്യ സമരം 1857. സൈനിക സഹായ വ്യവസ്ഥ എന്താണ്? സൈനിക സഹായ വ്യവസ്ഥ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യ വികസനത്തിനും കൂടുതൽ അധീശത്വം ഉറപ്പിക്കുന്നതിനും വേണ്ടി ഗവർണർ ജനറൽ ആയിരുന്ന വെല്ലസ്ലി പ്രഭു നടപ്പിലാക്കിയ പദ്ധതിയാണ് സൈനിക സഹായ വ്യവസ്ഥ. അപ്പം സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് വെല്ലസ്ലി പ്രഭുവാണ്.
ഇത് പ്രകാരം ബ്രിട്ടീഷുകാരുമായി സൈനിക സഖ്യത്തിൽ ഏർപ്പെടുന്ന നാട്ടുരാജ്യങ്ങൾ ചില വ്യവസ്ഥകൾ പാലിക്കേണ്ടതിരുന്നു. ഏതൊക്കെയാ? സൈനിക സഹായ വ്യവസ്ഥയിൽ ഏർപ്പെടുന്ന നാട്ടുരാജാവ് കമ്പനി സൈന്യത്തിന്റെ ഒരു യൂണിറ്റ് തന്റെ രാജ്യത്തിനുള്ളിൽ സ്ഥിരമായി പാർപ്പിക്കണം. കമ്പനിയുടെ സൈനിക വിഭാഗത്തിനുള്ള എല്ലാ ചെലവും സഖ്യത്തിൽ ഏർപ്പെടുന്ന രാജാവ് വഹിക്കണം. കമ്പനിയുടെ അനുമതിയില്ലാതെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുമായി സഖ്യത്തിൽ ഏർപ്പെടാൻ പാടില്ല. ബ്രിട്ടീഷ് ഗവർണർ ജനറലുമായി ആലോചിക്കാതെ ഒരു നടപടിയും സഖ്യരാജാവ് നടപ്പാക്കാൻ പാടില്ല. സഖ്യരാജാവ് തന്റെ രാജ്യത്ത് ഒരു ബ്രിട്ടീഷ് റെസിഡന്റിനെ താമസിപ്പിക്കണം. ഈ വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടാൽ നാട്ടുരാജ്യത്തെ ബ്രിട്ടീഷുകാർക്ക് പിടിച്ചെടുക്കാം. ഇതായിരുന്നു സൈനിക സഹായ വ്യവസ്ഥ. ഇനി ദത്തവകാശ നിരോധന നിയമം. ഒരു നാട്ടുരാജ്യത്തിലെ ഭരണാധികാരി പിന്തുടർച്ച അവകാശികളായി ആൺമക്കൾ ഇല്ലാതെ മരിച്ചാൽ മറ്റൊരു കുടുംബത്തിൽ നിന്നും ഒരാൺകുട്ടിയെ അനന്തരാവകാശിയായി ദത്തെടുക്കുന്ന സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു. എന്നാൽ ബ്രിട്ടീഷ് ഗവർണർ ജനറലായിരുന്ന ഡൽഹൌസി പ്രഭു നടപ്പിലാക്കിയ ദത്തവകാശ നിരോധന നിയമപ്രകാരം ദത്തെടുക്കാനുള്ള രാജ്യത്തിന്റെ അധികാരം ഇല്ലാതായി. അനന്തരാവകാശി ഇല്ലാതാകുന്നതോടെ ആ നാട്ടുരാജ്യവും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിലാവും. ഇപ്പോൾ ഒരു രാജ്യത്ത് ഒരു പിന്തുടർച്ച അവകാശികളായി ആൺമക്കൾ ഇല്ലാതെ വന്നാൽ എന്ത് ചെയ്യും? വേറൊരു കുടുംബത്തിൽ നിന്നും ദത്തെടുക്കാം. അപ്പം അങ്ങനെ ആ നിയമം അങ്ങ് ബ്രിട്ടീഷുകാർ ഇല്ലാതാക്കി. അപ്പോൾ എന്തായി? അവിടെ അവകാശികൾ ഇല്ലാതെ വന്നാൽ ആ രാജ്യം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോട് ചേർക്കാൻ പറ്റും. അപ്പം അതായിരുന്നു നിയമം. ഈ രണ്ട് നിയമങ്ങൾ പ്രകാരം നിരവധി നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു. ദുർഭരണം ആരോപിച്ച് അവധ് എന്ന നാട്ടുരാജ്യവും ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഇന്ത്യൻ സൈനികർക്ക് ബ്രിട്ടീഷുകാരോടുണ്ടായിരുന്ന അസംതൃപ്തിയായിരുന്നു 1857 കലാപത്തിന്റെ മറ്റൊരു കാരണം. 1857 കലാപത്തിന്റെ മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഏതാണ്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ ഇന്ത്യൻ സൈനികർക്ക് ബ്രിട്ടീഷുകാരോടുണ്ടായിരുന്ന അസംതൃപ്തി. ബ്രിട്ടീഷ് പടയാളികളുടെ അത്ര തന്നെ സമർത്ഥരായിരുന്നെങ്കിലും ഇന്ത്യൻ സൈനികർക്ക് കുറഞ്ഞ വേതനവും മോശം ഭക്ഷണവും താമസ സൗകര്യവുമായിരുന്നു നൽകിയിരുന്നത്. അതൃപ്തി നിറഞ്ഞ ഈ സാഹചര്യത്തിലാണ് കമ്പനി പുതിയതരം എൻഫീൽഡ് തോക്കുകൾ സൈനികർക്ക് വിതരണം ചെയ്തത്. അതിന്റെ വെടിയുണ്ടകൾക്ക് ഗ്രീസ് പുരട്ടിയ ഒരു കടലാസ് കവറും ഉണ്ടായിരുന്നു. തോക്കിൽ വെടിയുണ്ട നിറയ്ക്കുന്നതിന് മുമ്പ് ഈ കവർ കടിച്ചു കീറണമായിരുന്നു. കവർ പുരട്ടിയിരുന്നത് പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പിൽ നിന്നുണ്ടായ ഒരുതരം ഗ്രീസ് ആയിരുന്നു എന്ന പ്രചരണം സൈനികർക്കിടയിൽ ഉണ്ടായി. ഇത് അവരുടെ മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നതായിരുന്നു. ഇതിനെതിരെ ആദ്യമായി പ്രതിഷേധിച്ചത് ബരക്പൂറിലെ സൈനികനായിരുന്ന മംഗൾ പാണ്ഡെ ആയിരുന്നു. തോക്കിൽ വെടിയുണ്ട നിറയ്ക്കുന്നതിന് നിർബന്ധിച്ച ബ്രിട്ടീഷ് സൈനികനെ ആക്രമിച്ചതിന് മംഗൾ പാണ്ഡെയെ 1857 ഏപ്രിൽ 8 ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റി. അപ്പോൾ ഈ 1857 കലാപം ഉണ്ടാകാനുള്ള പെട്ടെന്നുണ്ടായ കാരണം ഇതാണ്. ഈ എൻഫീൽഡ് തോക്കുകൾ കടിച്ചു മുറിക്കാൻ പ്രേരിപ്പിച്ചതായിരുന്നു പെട്ടെന്ന് ഈ കലാപം ഉണ്ടാകാനുള്ള കാരണം. അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പെട്ടെന്നുണ്ടായ കാരണം എന്താണ്? 1857 കലാപം ആരംഭിച്ചത് ഉത്തർപ്രദേശിലെ മീററ്റിലായിരുന്നു. അപ്പോൾ ഈ കലാപം ആരംഭിച്ചത് എവിടെയാണ്? ഉത്തർപ്രദേശിലെ മീററ്റിൽ. മംഗൾ പാണ്ഡെയുടെ വധത്തെ തുടർന്ന് സംഘടിച്ച ഇന്ത്യക്കാരായ സൈനികർ ഡൽഹിയിലെത്തി മുഗൾ ഭരണാധികാരിയായ ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. സൈനികരെ കൂടാതെ അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികളും കർഷകരും മറ്റ് ജനവിഭാഗങ്ങളും ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളിലും കലാപത്തിൽ പങ്കെടുത്തു. മാസങ്ങൾ കൊണ്ട് ബ്രിട്ടീഷുകാർ എല്ലായിടത്തും ലഹള അടിച്ചമർത്തി. നിരവധി ഇന്ത്യക്കാരെ വെടിവെച്ചു കൊന്നു. വളരെ പേരെ പീരങ്കിക്ക് ഇരയാക്കി. അനേകായിരങ്ങളെ വഴിമരക്കൊമ്പുകളിൽ ജീവനോടെ തലകീഴായി കെട്ടിത്തൂക്കി. അവധിൽ മാത്രം കലാപത്തിൽ കൊല്ലപ്പെട്ട 1.5 ലക്ഷം പേരിൽ 1 ലക്ഷം പേർ സാധാരണക്കാരായിരുന്നു. ബ്രിട്ടീഷുകാരുടെ ക്രൂരമായ അടിച്ചമർത്തലിനെ ശക്തമായി പ്രതിരോധിക്കാൻ ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ ഐക്യത്തിന് സാധിച്ചു. കലാപം നടക്കാത്ത ഇടങ്ങളിൽ പോലും സാധാരണ ജനങ്ങളുടെ പിന്തുണ കലാപകാരികൾക്ക് ഉണ്ടായിരുന്നു. കലാപത്തിന്റെ യഥാർത്ഥ ശക്തി ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ പല സ്ഥലങ്ങളിൽ കലാപം നേതൃത്വം നൽകിയ ആൾക്കാരെ കുറിച്ച് നമുക്ക് പഠിക്കാം. അപ്പോൾ ഇതിപ്പം പല പ്രാവശ്യമായിട്ട് പല ക്വസ്റ്റ്യൻസുകളും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ പഠിക്കി വെക്കുക. അപ്പോൾ ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം നൽകിയവർ ആരൊക്കെയാണ്? ബഹദൂർ ഷാ രണ്ടാമൻ, ജനറൽ ഫക്ത് ഖാൻ. അവരുടെ സവിശേഷതകൾ: കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു.
വിപ്ലവാനന്തരം ബ്രിട്ടീഷുകാർ റങ്കൂണിലേക്ക് നാടുകടത്തി ബഹദൂർ ഷാ രണ്ടാമനെ. ബഹദൂർ ഷാ രണ്ടാമൻ്റെ സൈനിക ജനറലാണ് ജനറൽ ഭക്ത്ഖാൻ. ഡൽഹിയിലാണ് ഇവർ നേതൃത്വം കൊടുത്തത്. ഇത് ചേരുംപടി ചേർക്കാനൊക്കെ ഇപ്പോൾ ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട്, നല്ലപോലെ പഠിക്കുക. അടുത്ത ഝാൻസി. ഝാൻസിയിൽ നേതൃത്വം കൊടുത്തത് റാണി ലക്ഷ്മി ഭായിയാണ്, ഝാൻസിയിലെ ഭരണാധികാരിയാണ്. കാൺപൂർ. കാൺപൂരിൽ ആരൊക്കെയാണ് നേതൃത്വം കൊടുത്തത്? നാനാ സാഹിബും താന്തിയോ തോപ്പിയുമാണ്. നാനാ സാഹിബ് എന്ന് പറയുന്നത് മറാത്ത ഭരണാധികാരിയാണ്. താന്തിയോ തോപ്പി നാനാ സാഹിബിൻ്റെ സൈനിക തലവൻ. ഗെറില്ല യുദ്ധമുറകൾ പ്രയോഗിച്ചു. ലക്നൗ. ഇപ്പോൾ ലക്നൗവിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്തത് ബീഗം ഹസ്രത്ത് മഹലാണ്, അവധിലെ ഭരണാധികാരിയാണ്. ബീഹാറിലെ ആരാണ് നേതൃത്വം കൊടുത്തത്? കൻവർ സിംഗ്. ജഗദീഷ്പൂരിലെ കർഷക പ്രഭുവാണ് കൻവർ സിംഗ്. 1857 കലാപത്തിന് ചില പരിമിതികൾ ഉണ്ടായിരുന്നു. ഏതൊക്കെയാണ്? കലാപം ഉത്തരേന്ത്യയിലെ ഏതാനും ഭാഗങ്ങളിൽ മാത്രമായി ഒതുങ്ങി. കലാപത്തിന് സംഘടിത നേതൃത്വം ഉണ്ടായിരുന്നില്ല. കലാപകാരികളെക്കാൾ മെച്ചപ്പെട്ട സൈനിക ശേഷിയും സംഘടനാ മികവും കമ്പനി സൈന്യത്തിനുണ്ടായിരുന്നു. ഇന്ത്യയിലെ മധ്യവർഗം പൊതുവെ കലാപത്തെ അനുകൂലിച്ചില്ല. നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികളിൽ ഒരു വിഭാഗം കലാപത്തിൽ നിന്നും വിട്ടുനിന്നു. 1857 കലാപത്തെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തിയെങ്കിലും അത് പിൽക്കാല ഇന്ത്യ ചരിത്രത്തിൽ ശ്രദ്ധേയമായ സ്വാധീനം ചെലുത്തി. അപ്പം എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇന്ത്യയിലെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. അപ്പോൾ ഈ കലാപത്തെ തുടർന്ന് എന്ത് സംഭവിച്ചു? ഇന്ത്യയിലെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. പിന്നെന്തായി? ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായി. ഗവർണർ ജനറൽ എന്നതിന് പകരം വൈസ്രോയി എന്ന പദവി നിലവിൽ വന്നു. ഇന്ത്യയുടെ പിൽക്കാല ദേശീയ പ്രസ്ഥാനങ്ങൾക്ക് പ്രചോദനമായി. ഇനി 1857 കലാപത്തിനെ അതിനെക്കുറിച്ചുള്ള കുറച്ച് സിനിമകളും സാഹിത്യവും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഏതൊക്കെയാണെന്ന് നോക്കാം. മോഹൻ സിൻഹയുടെ 1857 കേതൻ മെഹ്ത്ത സംവിധാനം ചെയ്ത മംഗൾ പാണ്ഡെ ദ റൈസിംഗ്, ക്രിഷ് ജഗർലമുഡിയുടെ മണികർണിക ദ ക്യൂൻ ഓഫ് ഝാൻസി എന്നീ ചലച്ചിത്രങ്ങൾ 1857 കലാപം പശ്ചാത്തലമാക്കി നിർമ്മിക്കപ്പെട്ടവയാണ്. മഹാശ്വേത ദേവിയുടെ ഝാൻസി റാണി, മലയാറ്റൂർ രാമകൃഷ്ണന്റെ അമൃതം തേടി എന്നീ നോവലുകളും 1857 കലാപം പശ്ചാത്തലമാക്കി രചിക്കപ്പെട്ടവയാണ്. അപ്പോൾ 1857 കലാപം പശ്ചാത്തലമാക്കി മലയാറ്റൂർ രാമകൃഷ്ണൻ രചിച്ച നോവൽ ഏത് എന്ന് ചോദിച്ചാൽ എന്താണ്? അമൃതം തേടി. പിന്നീട് മഹാശ്വേത ദേവിയുടെ ഏതാണ്? ഝാൻസി റാണി. അപ്പം ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് ചാപ്റ്റർ തീർന്നു. പെട്ടെന്ന് നമുക്ക് എടുത്തങ്ങ് പോവാം. ഇതിൻ്റെ നോട്ട്സ് അതായത് ദിവസം വൈകിട്ടോടുകൂടി ഇടാം. ഇതിൻ്റെ നോട്ടിൻ്റെ പകുതി ഇട്ടിട്ടുണ്ട്. ഇനി ബാക്കിയും കൂടെ ഉടനെ തന്നെ ഇട്ടേക്കാം. ഓക്കെ. ഉടനെ തന്നെ പറഞ്ഞു പോകുന്നതനുസരിച്ച് തന്നെ അങ്ങ് പഠിച്ചങ്ങ് പോവുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു റാങ്ക് ലിസ്റ്റിൽ കയറാൻ പറ്റും. ഓക്കെ.